ഹായ് ഗായ്സ്, അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ബീഫ് ദം ബിരിയാണി ആട്ടോ. നമുക്ക് അടുപ്പത്തേക്ക് ചമ്പട്ടി വെക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഉള്ളിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി നമുക്കൊന്ന് വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് മസാലയിലേക്കുള്ള ഉള്ളി ഒന്ന് ചമ്പട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ അതിലേക്ക് ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മുളക് അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതൊന്ന് വേണ്ട ശേഷം നമുക്കത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് നമ്മൾ നന്നായി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് 1 ടേബിൾ സ്പൂൺ ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കുറവായെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം പെപ്പർ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ബീഫ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബീഫ് മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ടത്തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ ആട്ടോ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ മിൽമയുടെ കട്ടത്തൈരായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ കട്ടത്തൈരും വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇവിടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈ എടുക്കാതെ മിക്സാക്കി കൊടുക്കണം, അല്ലെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല മസാല പിടിക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം എൻ്റെ ബീഫ് ഇതാട്ടോ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആദ്യം വറുത്ത് വെച്ച ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു ചമ്പട്ടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച് ചോറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് എല്ലായിടത്തും എത്തുന്ന വിധം പരത്തി കൊടുക്കാം. ഇത് നമ്മൾ വറുത്ത് വെച്ച ഒനിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ബീഫ് വീണ്ടും ഒരു ലെയറിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലായിടത്തും എത്തുന്ന ഇതൊന്ന് പരത്തി കൊടുക്കാം. ഞാൻ ഇവിടെ ബീഫ് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് വീണ്ടും ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീണ്ടും റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ പറയാൻ മറന്നു. വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി കുറച്ചും കൂടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളി,
കാഷ്യൂനട്ട്, മുന്തിരി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കോരി വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയ ദം ബിരിയാണി. അതിൻ്റെ കൂടെ അച്ചാറുണ്ട് കേട്ടോ, നല്ല മാങ്ങ അച്ചാറുണ്ട്, പിന്നെ സാലഡ് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.